ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കർത്താവ് ദാനമായി തന്നോർത്ത് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്ന ഒരു വാക്യം വായിച്ചിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ സൂക്ഷ്മത്തോടെ ജ്ഞാനികളായിട്ട് അത്രേ നടപ്പാൻ നോക്കുവീൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകില്ല. കർത്താവ് ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊണ്ടിരിപ്പീൻ. ദൈവത്തിന് ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ദൈവത്തിന് ഇത് അന്ത്യകാലത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യങ്ങൾ. ഇത് ദുഷ്കാലമാകിയാൽ നമുക്കറിയാം പ്രിയമുള്ളവരെ, വല്ലാത്ത കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എഫേസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്ന കാര്യം, അപ്പോസ്തല സഭയ്ക്കും നമ്മളെ കൂടെ ഓർപ്പിക്കുന്ന കാര്യമാണ്. എന്താ അവിടെ എഴുതിയിരിക്കുന്ന? സൂക്ഷ്മത്തോട് അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. ദൈവത്തിന് സ്തോത്രം. ജ്ഞാനികളായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ നടക്കണമെന്നോ, അജ്ഞാനികളായിട്ടല്ല. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ. ദൈവത്തിന് ഇത് ദുഷ്കാലമാണ് പ്രിയമുള്ളവരെ. അജ്ഞാനികളായി തീർന്നാൽ പലരും നമ്മളെ തെറ്റിച്ച് കളയും. പലരും ആവശ്യമില്ലാത്ത വാക്കുകൾ പറഞ്ഞിട്ട് നമ്മളെ ഇല്ലാതാക്കി കളയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ജ്ഞാനികളായി നടക്കണം. ഇത് ദുഷ്കാലമാകിയാൽ ദൈവം എന്നിട്ട് പറയുക, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. കർത്താവിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്തെന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ ഗ്രഹിച്ച് മുന്നേറുവാൻ കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം എൻ്റെ കർത്താവിന് എന്തെന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കി മുന്നേറുവാൻ കഴിയട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, കർത്താവിൻ്റെ ഇഷ്ടം എന്നതെന്ന് തിരിച്ചറിയണം. ഇത് ദുഷ്കാലമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവർ പറയുന്നത്, ഹല്ലേലൂയ, മറ്റുള്ളവർ നമ്മളോട് ആവശ്യമില്ലാത്ത പറഞ്ഞു തരും. അതൊന്നും കേൾക്കാതെ വേണം ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ എന്താ നിറവേറുന്നത്, എന്താണ് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ തിരിച്ചറിയണമെന്ന് ദൈവജനം നമ്മളെ പഠിപ്പിക്കുക. എന്തുവാ ഇത്? ദുഷ്കാലമാണ്. ഇത് അന്ത്യകാലമാണ് പ്രിയമുള്ളവരെ. ഒരു വല്ലാത്ത കാലഘട്ടമാണ് ഇത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ അതാണല്ലോ. ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് കർത്താവിൻ്റെ ഇഷ്ടം അതിൻ്റെ ആദ്യം തന്നെ പറയാം, സൂക്ഷ്മത്തോട് അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രയും നടപ്പാൻ നോക്കുവീരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ. ഇനി അധികം കാലമില്ല പ്രിയമുള്ളവരെ. സമയം നമ്മുടെ ഉള്ള സമയത്ത് തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറേണ്ടത് ഏറ്റവും അത്യാവശ്യം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് നമ്മുടെ ദൈവം കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവിൻ്റെ പദ്ധതി എന്താ, ഹല്ലേലൂയ, അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ദിവസങ്ങളിൽ മുന്നേറുവാൻ നമുക്ക് കഴിയട്ടെ പ്രിയമുള്ള. എന്നിട്ട് പറയുക, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളി, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ദൈവം മദ്യപാനികളായി തീരരുതെന്ന്. അനേകര് മ്ലേച്ഛകരമായിട്ട് മദ്യപാനത്തിന് അടിമകളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അവരെ ഉപദേശിപ്പാൻ നമ്മൾ കടന്നു ചെന്നാൽ അവർ അതിലും വലിയ കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. അത്ര വല്ലാത്ത കാലഘട്ടം. മദ്യപാനികൾ, ഹല്ലേലൂയ, വല്ലാത്ത രീതിയിൽ ഇതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ദൈവവചനം എന്താ പറയുന്നത്? വീഞ്ഞു കുടിച്ച് നമ്മൾ മത്തരാകരുത്. കർത്താവിൻ്റെ ദൈവത്തിന് ഇഷ്ടമിന്നതെന്ന്, ഹല്ലേലൂയ, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടമിന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളിൽ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ എന്നാ. ദൈവത്തിന് സ്തോത്രം. ദുർനടപ്പാ പ്രിയമുള്ളവരെ. വിശുദ്ധിയില്ലാത്ത ജീവിതമാണ് അത് മൂലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അത് മറന്നു പോകരുത്. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, വചനത്തിന് മുമ്പാകെ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടോ. ഞാൻ ദൈവഗീതത്തിനായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കും. ദൈവഗീതത്തിനായിട്ട് ഞാൻ എന്നെ തന്നെ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ട് ഞാൻ മുന്നേറുവാൻ എനിക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് മുന്നോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ആത്മാവ് നിറഞ്ഞ നമ്മളെപ്രകാരമായിരിക്കണം. ഇത് വല്ലാത്ത കാലഘട്ടമാണ്. ഹല്ലേലൂയ. അനേകര് വീഞ്ഞു കുടിച്ച് മത്തരായി ദുർനടപ്പിൽ നടക്കുമ്പോൾ ദൈവമക്കളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്താ എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കണം. അന്യോന്യം ദൈവത്തിന്
സ്തോത്രം നമ്മൾ എന്താ സംസാരിക്കേണ്ടത്, നമ്മൾ അന്യമന്യം എന്താ നമ്മൾ പറയേണ്ടത്. ഒരു വിശ്വാസിയെ കാണുമ്പോൾ കുറ്റവും കുറവും അല്ല പറയേണ്ടത്. അവർ പറയേണ്ട കാര്യം എന്തുവാന്ന് ചോദിച്ചാൽ ദൈവത്തിന് സ്തോത്രം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീത എപ്പോഴും പാടിയും പ്രാർത്ഥിച്ചും സ്തുതിച്ചും കൊണ്ടിരിക്കണമെന്ന് ദൈവത്തിന് സ്തോത്രം. നമുക്കത് കഴിയുന്നുണ്ടോ പ്രിയമുള്ളവരെ? നമുക്ക് കഴിയണം, ദൈവങ്ങൾക്ക് കഴിയണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ എല്ലാ അവസ്ഥകളെയും അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ അവസ്ഥകളും ആവശ്യങ്ങളും അറിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ സന്നിധി നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും പാടുവാനും ഒക്കെ സമയങ്ങൾ വേർതിരിക്കണമെന്ന്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അതിനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഇന്ന് അനേക ഭവനങ്ങളിൽ കടന്നു ചെന്നാൽ സന്ധ്യാസമയത്തോ അല്ലെ പ്രാർത്ഥനയ്ക്ക് പകരം അവിടെ സീരിയലാ പ്രിയമുള്ളവരെ. അതൊക്കെ മാറ്റണം ഈ ദിവസങ്ങളിൽ. ദൈവസന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊണ്ട് മുന്നേറുവാൻ നമുക്ക് കഴിയട്ടെ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ പറയുന്നത് ദൈവത്തിന് സ്തോത്രം തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊണ്ടും ഇരിപ്പീൻ. നമ്മളെ കൊണ്ട് കഴിയുമോ പ്രിയമുള്ളവരെ? നമ്മുടെ പിതാവിന്, നമ്മുടെ കർത്താവിന് എപ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. എല്ലാറ്റിനും ഞങ്ങൾക്ക് തരുന്ന നന്മകൾക്ക്, ഞങ്ങൾക്ക് തരുന്ന വിടുതലുകൾക്കും. ഹല്ലേലൂയ. കഷ്ടതയാണെങ്കിൽ കഷ്ടത, ഹല്ലേലൂയ, ദൈവം കർത്താവ് അറിയാതെ നമുക്ക് ആർക്കും കഷ്ടത വരത്തില്ല പ്രിയമുള്ളവരെ. നമ്മൾ അങ്ങനെ ചിന്തിക്കണം. നമ്മുടെ കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെ ആ പിതാവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ടിരിപ്പീൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യനെ കീഴ്പ്പെട്ടിരിപ്പീൻ എന്ന ദൈവം അന്യമന്യെ കീഴ്പ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്, നമ്മളെ കരുതുന്ന ഒരു കർത്താവുണ്ട്, നമ്മുടെ അവസ്ഥകൾ അറിയുന്ന ഒരു നമ്മളെ തമ്പുരാനുണ്ട്. ഹല്ലേലൂയ. ആ തമ്പുരാൻ്റെ മുന്നിൽ നമ്മൾ എപ്രകാരമായിരിക്കണമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. അതിൻ്റെ 14-ാം വാക്യം, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. വചനം എന്താ പറയുന്നത്? ഇത് അന്ത്യകാലമാണ്. നമ്മൾ ഉറങ്ങിക്കിടക്കേണ്ടിയ സമയമല്ല, നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയ സമയമാണ്, നമ്മൾ ഉണർന്നിരിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. നിങ്ങൾ മരിച്ചവരായിട്ട് കിടക്കരുത്. ഹല്ലേലൂയ. ചടകുടഞ്ഞ് എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് ദൈവസന്നിധി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ഈ ദിവസങ്ങളിൽ ആവശ്യമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്ന ദൈവത്തിൻ്റെ പ്രകാശം, കർത്താവിൻ്റെ പ്രകാശം നമ്മുടെ മേൽ ഉദിക്കണമെങ്കിൽ നമ്മൾ മരിച്ച് കിടക്കുന്നവരെ പോലല്ല, എഴുന്നേറ്റ് ചടകുടഞ്ഞ് എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായി, ആരാധിക്കുന്നവരായി, ദൈവസന്നിധിയിൽ മുന്നേറുന്നവരായി നമ്മൾ തീരണമെന്ന് ദൈവജനം നമ്മളെ പഠിപ്പിക്കുക. ഈ ദിവസങ്ങളിൽ അതിനായിട്ട് നമ്മളെ ഒന്ന് ഒരുക്കിയെടുക്കും പ്രിയമുള്ളവരെ. അതിനായിട്ട് നമ്മളെ ഒന്ന് സമർപ്പിക്കട്ടെ. ഇത് ഹല്ലേലൂയ, ഇത് ദുഷ്കാലമാണ്. നമ്മൾ മറന്നു പോകരുത്. അന്ത്യകാലമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ അന്ത്യകാലത്തിൽ നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഈ വചനത്തിൽ പറയുന്നുണ്ട് പ്രിയമുള്ളവരെ. ദുർനടപ്പുണ്ടാകും, വീഞ്ഞു കുടിച്ച് മത്തരാകാതെ ദൈവസന്നിധി ദൈവ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും ഹല്ലേലൂയ എപ്പോഴും ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് ഇപ്പോഴും എല്ലാറ്റിനു വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ടിരിപ്പീനെന്ന ദൈവത്തിന് സ്തോത്രം. നമ്മളെ കൊണ്ട് കഴിയുമോ പ്രിയമുള്ളവർ? നമ്മളെ കൊണ്ട് കഴിയണം. ദൈവത്തിന് സ്തോത്രം. രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ സമയങ്ങളൊന്നും പാഴാക്കി കളയുവാൻ ഇനിയും സമയമില്ല പ്രിയമുള്ളവരെ. നമ്മുടെ സമയങ്ങൾ ഹല്ലേലൂയ, ഇത് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഇത് ദുഷ്കാലമാണ് പ്രിയമുള്ളവരെ. നമ്മുടെ ടൈം ഏറ്റവും അടുത്തിരിക്കുക, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ശക്തരായി മുന്നേറുവാൻ, പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ, പാടുന്നവരായി തീരുവാൻ നമ്മൾ ഉറങ്ങിക്കിടക്കരുത്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. മരിച്ച് കിടക്കുന്ന അവസ്ഥയിൽ നിന്നൊക്കെ വിട്ടിട്ടോ ദൈവസന്നിധിയിൽ ഉണർന്ന് മരിച്ചവരുടെ എഴുന്നേറ്റോ ദൈവത്തിന് കർത്താവിന് വേണ്ടി ശക്തരായി തീരുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. നമ്മളെക്കുറിച്ച് കർത്താവ് അതായി ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നു. നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. വചനത്തിന് മുമ്പാകെ കർത്താവേ, നിന്റെ സന്നിധി ഞങ്ങളെ ഒന്ന് ഏൽപ്പിക്കുന്നതാകാം. വചനത്തിന് മുമ്പാകെ ഏൽപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി ശക്തമായി നിൽപ്പാൻ, പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ ഒരുക്കിയെടുക്കണമെന്ന് ദൈവസന്നിധി പറയാം. നമ്മളെ തന്നെ സമർപ്പിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധനായ കർത്താവേ, രാവിലെ നല്ല വചനത്തിനായിട്ട് സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഞങ്ങളെ ശക്തരായി മുന്നേറുവാൻ ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ.
കർത്താവേ. ദൈവ സാന്നിധ്യം ഞങ്ങൾ അറിഞ്ഞ് ഈ ദിവസങ്ങളിൽ മുന്നേറുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ കർത്താവേ. അടിയങ്ങളെല്ലാം സമർപ്പിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവ കൃപ എല്ലാവരുടെ മേലും പകരണം, താഴ്ത്തുന്നു, അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടെങ്കിൽ ആ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.